വിക്രം തന്റെ ഗ്രാമത്തിൽ നിന്ന് തന്റെ വിചിത്രമായ പ്രവൃത്തികൾ കാരണം പുറത്താക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ഇന്ന് അവൻ വൃക്ഷത്തിന്റെ ഒരു കമ്പിലിരുന്ന് ആ കമ്പ് തന്നെ മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റൊരു വ്യക്തി നല്ലൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം വിക്രമിന് സമീപത്തേക്ക് പോയി ചോദിച്ചു, എന്താ ചേട്ടാ, നിങ്ങൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? നിന്റെ കണ്ണൽ എന്താ ഒന്നും കാണുന്നില്ലേ? ഞാൻ കിള വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ചേട്ടാ, നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് കിള വെട്ടിക്കൊണ്ടിരുന്നാൽ നിങ്ങളും ചേർന്ന് താഴെ വീകുമല്ലോ. എന്തോ നീ പറഞ്ഞോണ്ടിരിക്കുന്നത്? നീ ഇതങ്ങ് കണ്ടിട്ട് പൊയ്ക്കോ. ജയചന്ദ് ആലോചിച്ചു. വിക്രം പറഞ്ഞത് ചിലപ്പോൾ ശരിയാണെന്ന്. പക്ഷേ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ആ കൊമ്പ് മുറിഞ്ഞു കഴിഞ്ഞിരുന്നു. വിക്രം താഴേക്ക് പതിച്ചു. ഞാൻ ഈ മണ്ടം പറയുന്നൊക്കെ കേട്ടിട്ട് ഇത്ര നേരം ഇരിക്കുന്നത് കണ്ടല്ലോ, എന്ത് ചെയ്യാനാ? അയ്യോ, വല്ലാതെ വേദനിക്കുന്നുണ്ടല്ലോ. നീ കണ്ടില്ലേ, ആ കിളകളൊക്കെ പൊട്ടിപ്പോയി. ഇപ്പൊ നീ കിളകൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒന്നുമില്ല, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ എടുത്തു കൊണ്ടുപോയേക്കും. ഇപ്പൊ ഞാൻ പുറപ്പെടുകയാണ്. രാജാവിനെ പോയി കാണണം. വളരെ മുഖ്യമുള്ള ജോലിയുണ്ട്. അങ്ങനെയാണോ? എന്ത് ജോലിയാ ഉള്ളത്? നിന്റെ അടുത്ത് എന്തിനാ പറയണ്ടേ? എനിക്കും രാജാവിനുള്ള മുഖ്യമുള്ള കാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വിക്രം നടന്നു. ജയചന്ദ് ആണെങ്കിലോ അയാളെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. തന്റെ രാജ്യത്തേക്ക് വിക്രം കാലെടുത്തു വെച്ചപ്പോൾ ആ സമയം അവിടെ മഴ തുടങ്ങി. കണ്ടില്ലേ എങ്ങനെ ഞാൻ വന്ന ഉടനെ മഴ വരുത്തിച്ചത്? കണ്ടില്ലേ മണ്ട, മഴയൊക്കെ അതിന്റെ നേരത്തെ തന്നെ അങ്ങ് വന്നേക്കും. നീ വന്നതുകൊണ്ട് നല്ല വന്നത്. സമീപത്തുണ്ടായിരുന്ന പാടത്ത് കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അവരീ കാഴ്ച കണ്ടു. എന്നിട്ട് വിക്രമിന്റെ സമീപത്തേക്ക് നടന്നു വന്ന് പറഞ്ഞു, പ്രഭു, നിങ്ങൾ ആരാണ്? ഈ സ്ഥലത്തിൽ കടന്ന ഒരു വർഷമായിട്ട് ഞങ്ങൾക്ക് മഴ പെയ്തിട്ടേ ഇല്ല. പക്ഷേ നിങ്ങൾ വന്നതിന് ശേഷം മഴ വന്നിട്ടുണ്ടല്ലോ. വളരെ നല്ലതാണ്. നിങ്ങൾ ദൈവമാണ്. നിങ്ങളുടെ ഈ ദിവ്യമായ കാലുകൾ കൊണ്ട് ഈ സ്ഥലത്തിൽ വെച്ചപ്പോൾ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഗ്രാമത്തിൽ നിൽക്കൂ, വേറെ എവിടെയും പോവല്ലേ. ഗ്രാമം എന്റേത് ഗുൽഗുൽ ഗ്രാമമാണ്. പിന്നെ എല്ലാരടുത്തും പറഞ്ഞേക്ക് വിക്രം വന്നിട്ടുണ്ടെന്ന്. രാജ്യത്തിന്റെ ദുഃഖം അഴിച്ചു എന്ന് പറഞ്ഞേക്ക്. ഈ കാര്യങ്ങളെല്ലാം കണ്ട ജയചന്ദ് തന്റെ തലയിൽ കൈവച്ചു. അവൻ ആലോചിച്ചു, ഇവന്മാരെല്ലാരും മണ്ടന്മാരായിട്ടുണ്ടല്ലോ. പിന്നെ ഇവനാണെങ്കിൽ വലിയ മണ്ടൻ തന്നെയാണ്. പക്ഷെ എന്നെ കൊണ്ട് ഇത് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ ജയചന്ദിനെയും ഭ്രഷ്ടനാക്കി ആ രാജ്യത്ത് നിന്നും പുറത്താക്കിയതാണ്. ഈ കാരണം കൊണ്ട് തന്നെ രാജ്യത്തിന് പുറത്തുള്ള ഒരു വനത്തിലായിരുന്നു അയാളും. ജയചന്ദ് അവസരം മുതലെടുത്തുകൊണ്ട് ആളുകളോട് പറഞ്ഞു, ഇദ്ദേഹമാണ് ബാബ വിക്രം. എന്നെ ഈ രാജ്യത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനടുത്ത് സഹായം ചോദിച്ചപ്പോൾ അപ്പോഴാണ് ഇയാൾ എന്നെ സഹായിച്ചത്. പോയി മൊത്ത കാര്യം നിങ്ങളുടെ രാജ്യത്തിനടുത്ത് പോയി പറയൂ. ചേടാ, പക്ഷെ മഴ ഞാനല്ല വരുത്തിച്ചത്. നീ എപ്പോഴാണ് എൻ്റെ അടുത്ത് സഹായം ചോദിച്ചത്? ബാബ വിക്രം എന്താണ് പറയുന്നത് വെച്ചാൽ, ഒരു പക്ഷെ ആരും സഹായം ചോദിച്ചിട്ടില്ലെങ്കിലും അയാൾ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുമെന്നാണ് പറയുന്നത്. ബാബ വല്ലാതെ നല്ലവരാണല്ലോ. ബാബ വിക്രം എപ്പോഴും നല്ലവരാണ്. വരൂ, നമുക്കിത് പോയി രാജാവിനടുത്ത് പറയാം. പിന്നീട് അവിടെ വിക്രമും ജയചന്ദും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളവരെല്ലാവരും ഈ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുവാനായി അവിടെ നിന്നും പോയി. ബാബ വിക്രം, പറയൂ എൻ്റെ മോനെ. ശരി, നിങ്ങൾ ഈ സത്യമായിട്ട് ഈ ഭക്തനടുത്ത് ഒരു കാര്യം പറയാൻ പറ്റുമോ? നിങ്ങൾ മഹാരാജാവിനെ എന്തിനു വേണ്ടിയാണ് കാണാൻ പോകുന്നത്? എൻ്റെ ഈ വലിയ ഭക്തൻ തന്നെ ചോദിക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും പറയണ്ടേ? അവരുടെ മകൾക്ക് കല്യാണം ചെയ്യാൻ പോവുകയാണെന്ന്. ഞാൻ അവരുടെ അടുത്ത് ഇന്നൊരു കാര്യം എന്താ കേട്ടെന്ന് വെച്ചാൽ, അവരുടെ മകളുടെ കൂടെ മത്സരത്തിൽ ജയിക്കുന്നവർക്ക് അവരെ കല്യാണം ചെയ്തു വെക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണോ? അങ്ങനെ വെച്ചാൽ നിങ്ങൾ മത്സരത്തിൽ അവരെ നിങ്ങൾ ജയിപ്പിച്ചിട്ട് നിങ്ങൾ കല്യാണം ചെയ്യാൻ പോവുകയാണോ? നീയും ബുദ്ധിശാലി തന്നെ. ഞാൻ ഒന്നും പറയാതെ നീ എല്ലാം മനസ്സിലാക്കിയല്ലോ. ഇങ്ങനത്തെ ഒരു മണ്ടനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. അവൻ തന്നെ എല്ലാ കാര്യം പറഞ്ഞിട്ട് അവൻ പറഞ്ഞില്ല എന്നല്ല പറയുന്നത്. ഇത് എങ്ങനെയോ വിട്ടേക്ക്. ഇത് എങ്ങനെ ഉണ്ടായാലും ഞാൻ എൻ്റെ ജോലി കറക്റ്റായിട്ട് ചെയ്യണ്ടേ. ശരി, വരൂ, നമുക്ക് രാജാവിൻ്റെ അടുത്ത് പോവാം. നിങ്ങൾ എന്തിനാ വരുന്നത്? നിങ്ങൾ വലിയ പുണ്യം ചെയ്ത് വളരെ ബുദ്ധിശാലിയുള്ള മനുഷ്യനല്ലേ. നിങ്ങളുടെ ഈ അഴപ്പെടുത്തിട്ട് നിങ്ങളുടെ ഈ ഭക്തനല്ലേ അവിടെ പോയി ചെല്ലേണ്ടത്. പറഞ്ഞത് വളരെ ശരിയാണ്. പോ ഭക്ത, പോയി രാജാവിനടുത്ത് പറയൂ, ഞാൻ മത്സരത്തിന് തയ്യാറായിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക്. അങ്ങനെ തന്നെ ചെയ്യാം ബാബ വിക്രം. ഇത്രയും പറഞ്ഞുകൊണ്ട് ജയചന്ദ് അവിടെ നിന്ന് നേരെ രാജകൊട്ടാരത്തിലേക്ക് പോയി. മഹാരാജാവിന്റെ ദർബാർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. രാജാവിന്റെ ചെവിയിലേക്കും വിക്രമിന്റെയും ജയചന്ദ്രന്റെയും കാര്യങ്ങൾ എത്തി. അങ്ങനെ ജയചന്ദ് ദർബാറിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം ഉറക്കെ പറയാൻ തുടങ്ങി, മഹാരാജാവ് ആദിത്യനാഥ് വിജയിക്കട്ടെ. മഹാരാജാവ് ആദിത്യനാഥ് വിജയിക്കട്ടെ. മഹാരാജാവേ,
ഞാൻ കാട്ടിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമില്ലാതെ ചുറ്റിക്കൊണ്ടിരുന്നതാണ്. അപ്പോഴാണ് ബാബ വിക്രം എനിക്ക് പുതിയ ആഗ്രഹവും പുതിയ ശക്തി എനിക്ക് തന്നിരിക്കുന്നത്. ഞാനും കേട്ടിട്ടുണ്ട് അവരുടെ ദിവ്യങ്ങളായ പാദങ്ങൾ പട്ടതിന് ശേഷം ഗ്രാമത്തിന് വളരെ നല്ലത് നടന്നിട്ടുണ്ടെന്ന്. ഈ പ്രാവശ്യം ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു, കാരണം ഗ്രാമത്തിന്റെ എല്ലാ സങ്കടങ്ങളും നിറഞ്ഞിട്ടുണ്ട്. എല്ലാരും ഇപ്പൊ വളരെ സന്തോഷത്തോടെ ഉണ്ട്. മഹാരാജാവേ, ബാബ വിക്രം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ മഴ വന്നത് കൊണ്ട് രാജ്യത്തിന് വലിയ വലിയ നല്ലതാണ്, നമ്മൾ ഭാഗ്യശാലികളാണ്. അദ്ദേഹം വേറെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം എന്താ പറഞ്ഞ വെച്ചാൽ രാജകുമാരി ആ മത്സരത്തില് അവരിൽ നിന്ന് ജയിച്ചിട്ട് അവരെ കല്യാണം ചെയ്യാൻ പോകുന്ന പറയുന്നത്. അദ്ദേഹം വലിയ ജ്ഞാനിയായിരിക്കും, പക്ഷെ വലിയ വലിയ ബുദ്ധിശാലിയും. എന്റെ മകൾ ഇതുവരെ ജയിച്ചിട്ടില്ലല്ലോ. ശരി, നീ ഇന്ന് തന്നെ അദ്ദേഹത്തിനോട് വരാൻ പറ. എല്ലാ കാര്യങ്ങളും ജയചന്ദ് വിചാരിച്ചതുപോലെ നടന്നു. അവന്റെ സ്വാർത്ഥത ഏകദേശം സഫലമായിക്കൊണ്ടേയിരുന്നു. കുറച്ചു നാളുകൾ കഴിഞ്ഞു. അങ്ങനെ ആ സമയം വന്നെത്തി. ജയചന്ദ് വിക്രമിനെയും കൊണ്ട് ശാസ്ത്രാർത്ഥത്തിനായി കൊട്ടാരത്തിലേക്ക് എത്തി. അവിടെ രാജകുമാരി മന്ദ്ര, മഹാരാജാവ് ആദിത്യനാഥ്, പിന്നെ പുതിയൊരു മന്ത്രി കിഷനും ഉണ്ടായിരുന്നു. സ്വയംവരത്തിനുള്ള മത്സരം ഇതാ തുടങ്ങാൻ പോവുകയാണ്. എന്നോട് ക്ഷമിക്കണം മഹാരാജാവേ, ബാബ വിക്രം ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ ആദ്യം ഇത് കേൾക്കൂ, അതിനുശേഷം നമുക്ക് ഈ സ്വയംവരം തുടങ്ങാം. പറയൂ, നിങ്ങൾ അങ്ങനെ എന്താണ് പറയാൻ പോകുന്നത്? വിക്രം മൗനത്തിലായിരുന്നു. ഇത് കണ്ട് മന്ത്രി കിഷൻ ചോദിച്ചു, നിന്റെ ബാബ വിക്രം ഇപ്പൊ എന്താ മൗനവ്രതത്തിൽ നിൽക്കുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് മന്ത്രി. ഇന്ന് ബാബ വന്നിട്ട് മൗനവ്രതത്തിലാണ്. അതായത് അദ്ദേഹം ഇന്ന് ഒന്നും സംസാരിക്കാതെ എല്ലാം ശൈലി തന്നെ കാണിച്ചു തരും. ഈ മത്സരത്തിൽ തന്നെ നിൽക്കും. അതിനുശേഷം രാജകുമാരി ഇഷ്ടപ്പെട്ടെങ്കിൽ അവരും സൈകിൾ കൊണ്ട് തന്നെ പറയാം. നിങ്ങൾ ഏത് തരത്തിൽ വേണമെങ്കിലും ശാസ്ത്രാർത്ഥം ചെയ്തോളൂ, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. പിന്നെ നിങ്ങൾ ആരെയാണോ ഇവിടെ കൊണ്ടുവന്നത് അവരെ എങ്ങനെ ശാസ്ത്രാർത്ഥം ചെയ്യണമോ അങ്ങനെ തന്നെ ചെയ്യൂ. ഇത് കേട്ടപ്പോൾ വിക്രമിന്റെ മുഖത്തിന്റെ നിറം മാറി. അവന് വല്ലാതെ ദേഷ്യം വന്നു. അവന്റെ പുരികങ്ങൾ ദേഷ്യം കൊണ്ട് ഉയർന്നു വന്നു. അവൻ പതുക്കെ വായയും തുറന്നു. ബാബ വിക്രം വളരെ ദേഷ്യത്തോടെ നിൽക്കുന്നു. നിങ്ങൾ എന്താ മര്യാദ തരാത്തത്? ഇല്ലെങ്കിൽ അദ്ദേഹം പെട്ടെന്ന് മഴ നിർത്തിയേക്കും. പിന്നെ ഇപ്പോഴും രാജ്യത്തിൽ എപ്പോഴും പശുമേ ഉണ്ടാവില്ല. വിക്രം വേഗത്തിൽ തലയാട്ടാൻ തുടങ്ങി. മോളെ, നീ പറഞ്ഞത് അങ്ങ് തിരിച്ചെടുത്തേക്ക്. ജനങ്ങളുടെ ജീവിതം ഈ രാജ്യത്തിലാണ് നിൽക്കുന്നത്. ഒരു പക്ഷേ ഇദ്ദേഹം മഴ നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു വലിയ പ്രശ്നമാണ് ഉണ്ടാവുക. ശരി അച്ഛാ, ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇത് കേട്ട് വിക്രം ഒന്ന് പുഞ്ചിരിച്ചു. അവൻ സന്തോഷം കൊണ്ട് തലയാട്ടി. രാജകുമാരി ബാത്തിൽ നിന്ന് 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. പിന്നെ അതിനുള്ള ഉത്തരങ്ങളൊക്കെ ബാബ വിക്രമാണ് നൽകേണ്ടത്. ഒരു പക്ഷേ 3 ചോദ്യത്തിലും ഇദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജകുമാരി പറയുന്ന കാര്യങ്ങൾ തെറ്റെന്ന് ഇയാൾ പൂർത്തിയാക്കിയാൽ അപ്പോൾ ഈ വിക്രം ബാബ വിജയിക്കും. അങ്ങനെ പറയാൻ പറ്റിയില്ലെങ്കിൽ രാജകുമാരി വിജയിക്കും. മന്ത്രി ഇത് പറഞ്ഞതും ശാസ്ത്രാർത്ഥം ആരംഭിച്ചു. രാജകുമാരിയാണെങ്കിൽ മൗനം വിട്ട് ആദ്യത്തെ ചോദ്യം ചോദിച്ചു. പരീക്ഷണത്തിനായി, ഈ രാജ്യത്ത് എത്ര പക്ഷികളുണ്ട്? വിക്രം തന്റെ 2 കൈകളും ഉയർത്തി കാണിച്ചു. അവൻ ഉദ്ദേശിച്ചത് ഇതാണ്, ഈ കാര്യങ്ങളൊന്നും അവൻ അറിയില്ല എന്ന്. പക്ഷെ ജയചന്ദ് തന്റെ സാമർത്ഥ്യം തുടർന്നു. ഇദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ 10,000. ഇതെങ്ങനെ സംഭവിക്കും? ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഉത്തരം നൽകുക? ഇതിന്റെ പുറകിലുള്ള അർത്ഥം എന്നോട് പറയണം. ഇനി പക്ഷികൾ ഇതിൽ കൂടുതലോ കുറവോ ആയിരുന്നെങ്കിൽ? ഇത് കേട്ട വിക്രം തന്റെ വലതു കൈ ഇടത് നെഞ്ചിലിൽ അമർത്തിപ്പിടിച്ചു. ഇടത് കൈ വലതു നെഞ്ചിലും. വിക്രം വല്ലാതെ കളിക്കുകയായിരുന്നു. പക്ഷെ ജയചന്ദ് പിന്നെയും കാര്യങ്ങൾ മാറ്റിപ്പറഞ്ഞു. ബാബ വിക്രം എന്താ പറയുന്നത് വെച്ചാൽ ഒരു പക്ഷേ പക്ഷികൾ കുറവായിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ പക്ഷികളൊക്കെ അവരുടെ സ്വന്തക്കാർ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. ഒരു പക്ഷെ അധികമായിട്ടുണ്ടെങ്കിൽ ചില പക്ഷികൾ വന്നിട്ട് ഈ രാജ്യത്തിലെ അവരുടെ ആൾക്കാർ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടാവും എന്ന് പറയുന്നു. ശരി, ഇനി ഞാനും നിശബ്ദയായിരിക്കാൻ പോകുകയാണ്. ഉത്തരം തരൂ. പിന്നീട് രാജകുമാരി തന്റെ കൈ വൃത്തത്തിൽ ചുറ്റാൻ തുടങ്ങി. എന്നിട്ട് ചൂണ്ടുവിരൽ മാത്രം കാണിച്ചു. അവൾ പറഞ്ഞതിന്റെ അർത്ഥം ഇതായിരുന്നു, എല്ലാ കാര്യത്തിനും ഒരു രചയിതാവ് മാത്രമാണെന്ന്. അപ്പോൾ വിക്രം 2 വിരലുകൾ കാണിച്ചു. അങ്ങനെയാണോ? നീ എന്റെ ഒരു കണ്ണ് കുത്തുകയാണെങ്കിലേ ഞാൻ നിന്റെ 2 കണ്ണുകൾ അങ്ങ് കുത്തി പൊളിക്കും. പക്ഷേ വിക്രം ഉദ്ദേശിച്ചത് വേറെ അർത്ഥമായിരുന്നു. പക്ഷെ ജയചന്ദ്ര അതിന്റെ അർത്ഥം വീണ്ടും മാറ്റിമറിച്ചു. നിങ്ങൾ നിങ്ങളുടെ ചോദ്യം ചോദിക്കൂ രാജകുമാരി. ഞാൻ പറഞ്ഞത് എല്ലാത്തിന്റെയും രചയിതാവ് ഒന്നാണെന്നാണ്. പക്ഷേ ബാബ എന്താ പറയുന്നത് വെച്ചാൽ രചയിതാവ് ഒന്നല്ല 2 ഒന്ന് ആണ്, ഇന്നൊന്ന് പെണ്ണ്. അവര് 2 പേരും ഇല്ലാതെ ഈ രചയിതാവ് ചെയ്യാൻ പറ്റില്ലല്ലോ.
രാജകുമാരിക്ക് കാര്യങ്ങൾ മനസ്സിലായി. എന്നിട്ട് പരാജയം സമ്മതിച്ച് ദേഷ്യത്തിൽ മൂന്നാമത്തെ ചോദ്യം ഉന്നയിച്ചു. വീണ്ടും അവൾ കൈ ഗോളാകൃതിയിൽ ചുറ്റി. എന്നിട്ട് 5 വിരലുകളും കാണിച്ചു. അങ്ങനെയാണോ? ഇപ്പോഴിവൾ എന്താ പറയുന്നത് വെച്ചാൽ എന്റെ പെരടിക്ക് അടിക്കുമെന്നാണോ? ഇതാ, ഞാൻ നിന്റെ മുഖത്തിൽ എന്നെ കുത്തിക്കളയും. അതിനുശേഷം വിക്രം തന്റെ മുഷ്ടി ചുരുട്ടി പിടിച്ചു. എന്നിട്ട് രാജകുമാരിയെ കാണിച്ചു. അപ്പോൾ ജയചന്ദ്ര തന്റെ ബുദ്ധി ഉപയോഗിച്ച് വീണ്ടും പറഞ്ഞു, ഞാൻ പറഞ്ഞത് എല്ലാ സൃഷ്ടികളുടെയും അടിസ്ഥാനം 5 തത്വങ്ങളാണെന്ന്. ശരി, പക്ഷെ എന്റെ ബാബ എന്താ പറയുന്നത് വെച്ചാൽ ഈ 5 തത്വങ്ങളും ഒരേ സ്ഥലത്താണ് ഉരുവായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പരമതത്വം. രാജകുമാരിയുടെ 3 ചോദ്യങ്ങളും തീർന്നു കഴിഞ്ഞിരുന്നു. രാജകുമാരി തന്റെ പരാജയം സമ്മതിച്ചു കഴിഞ്ഞു. പക്ഷെ അവളുടെ മനസ്സിൽ തൃപ്തി ഉണ്ടായിരുന്നില്ല. ഈ മത്സരത്തിൽ ബാബ വിക്രം വിജയിച്ചിട്ടുണ്ട്. രാജകുമാരി മന്ത്ര തോറ്റിട്ടുണ്ട്. ഇതോടെ തന്നെ ഈ സ്വയംവരവും നിൽക്കാൻ പോവുകയാണ്. മഹാരാജാവേ, നിങ്ങളുടെ തീരുമാനം ഇതാണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ആ ജയചന്ദ്രനടുത്ത് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ചെയ്തോളൂ. നിങ്ങളുള്ള മന്ത്രി, നിങ്ങളുടെ ബാബാവിന്റെ മൗനവ്രതം എപ്പോഴാണ് തീരാന്ന് നമുക്കറിയാമോ? സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഞങ്ങളുടെ ബാബാവിന്റെ മൗനവ്രതവും തീരും. സൂര്യൻ മറയാൻ വേണ്ടി ഇന്നും കുറച്ചു നേരമേ ഉള്ളൂ. നിങ്ങൾ കുറച്ചു നേരം കാത്തിരിക്കൂ. പിന്നെ ഞങ്ങൾ ഇവരുടെ അടുത്ത് ഈ വരദക്ഷിണ പറ്റി സംസാരിക്കണ്ടേ? ഇത് കേട്ടപ്പോൾ ജയചന്ദ്ര ആലോചിച്ചു തന്റെ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞെന്ന്. പക്ഷെ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. വൈകുന്നേരമായി. കിഷൻ വിക്രമിനോട് ചോദിച്ചു, ബാബ വിക്രം, പറയൂ ഭക്ത, എന്താണ് വേണ്ടത്? ഇന്നും മഴ കൂടുതലായിട്ട് വേണോ? ഇല്ല ബാബ, ഞാൻ ഏത് കാര്യം അറിയണമെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ഈ ശേഷ്ടി കൊണ്ട് രാജകുമാരുടെ അടുത്ത് നിങ്ങൾ എന്താണ് പറഞ്ഞിരുന്നത്? ഈ ചെറിയ കാര്യങ്ങളാണോ ഭക്ത? ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. നിന്റെ രാജകുമാരി ഈ രാജ്യത്തിൽ എത്ര പറവകളുണ്ടെന്ന് ചോദിച്ചു. ഞാൻ ഇതൊക്കെ ഒരു ചോദ്യമാണോ എന്ന് ചോദിച്ചു. എനിക്കാണെങ്കിൽ ഒന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള ചോദ്യങ്ങളിന് ജയചന്ദ്രന്റെ ശ്വാസം വേഗത്തിലാകാൻ തുടങ്ങി. പക്ഷെ ഇപ്പോൾ രക്ഷപ്പെടാനുള്ള യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവർ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു വിരല് കാണിച്ച് എൻ്റെ കണ്ണ് കുത്തി പൊട്ടിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ 2 വിരല് കാണിച്ച് നിന്റെ 2 കണ്ണും ഞാൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവര് കൈ തുറന്നിട്ട് 5 വിരലും കാണിച്ചു, അതായത് എൻ്റെ പെരടിക്ക് അടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും എൻ്റെ കൈ മടക്കിയിട്ട് അവരുടെ മുഖത്ത് തന്നെ കുത്തുമെന്ന് പറഞ്ഞിരുന്നു. ആഹാ, നിങ്ങൾ വളരെ നല്ലൊരു ജ്ഞാനി തന്നെയാണ്. എന്താ മഹാരാജാവേ, ഇവരെ 2 പേരും നിങ്ങൾ തടവിൽ വെച്ചേക്ക്. ഞാൻ ആവശ്യമില്ലാതെ പേടിച്ചോണ്ടിരുന്നതാണ്. ഇവൻ മഴ നിർത്തുമെന്ന് ഞാൻ പേടിച്ചു. മഹാരാജാവേ, ഇത് അതേ കാര്യം തന്നെ ആയല്ലോ. ആ ഈത്തപ്പഴക്കാത് തന്നെ. ആ ഈത്തപ്പഴം വന്നിട്ട് മൂത്ത് വീഴുന്നതിന് ശേഷം ആ കാക്ക വന്നിട്ട് അവിടെ ഇരുന്നത് കൊണ്ട് തന്നെ കാക്കയാണ് ആ ഈത്തപ്പഴക്കം എടുത്ത് പറിച്ചെന്ന് ജനങ്ങൾ വിശ്വസിച്ചു. മഹാരാജാവേ, എന്നോട് ക്ഷമിക്കൂ. എന്റെ മകളിനെ നീ മണ്ടനെ കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചതല്ലേ? മോശമായവനെ, ഈ കാര്യത്തിന് വേണ്ടി തീർച്ചയായിട്ടും തന്നെ ഞാൻ ക്ഷമ തരില്ല. സൈനികർ വന്ന് 2 പേരെയും അവിടെ നിന്ന് കൊണ്ടുപോയി. വിക്രമിനാണെങ്കിലോ ഇപ്പോഴും യാതൊന്നും മനസ്സിലായില്ല എന്താണ് നടക്കുന്നതെന്ന്. അവൻ ചിരിച്ചുകൊണ്ട് തടവറയിലേക്ക് നടന്നുപോയി.